അപ്പൊ ഇവിടെ വന്നിരിക്കണവര് നിങ്ങള് ഇതെല്ലാം ഏറ്റുവാങ്ങാനിരിക്കുകയാണ്. അപ്പോ വളരെ സന്തോഷത്തോടെ ഇരിക്കുക. നമ്മൾക്ക് ആദ്യം ധ്യാനം ചെയ്യാം. നമ്മൾ ധ്യാനങ്ങൾ എഴുതിയേക്കണേ. അപ്പൊ ഒന്നുമില്ല, നിങ്ങൾ നേരെ ഇരിക്കുക, നടു നിവർത്തിയിരിക്കുക. സാധിക്കുമെങ്കിൽ ചെരുപ്പ് ഊരുക. ചെരുപ്പ് ഊരി കാലുകൾ തറയിൽ വയ്ക്കുക. ഞാൻ ചെയ്യാൻ പോകുന്നത് ശിവാഷ്ടോത്ര നാമാവലി അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമോ? ആരും തലവെക്കണില്ലല്ലോ. ഓം ശിവായ നമാന്ന് പറഞ്ഞിട്ട് നമ്മൾ 108 നാമം പറയില്ലേ ഭഗവാന്റെ, അതാണ്. അറിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരുമ്പോ അല്ലെങ്കിൽ ഞാനത് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ നാമം പറയുമ്പോഴും ഇപ്പൊ ഓം ശിവായ നമ എന്ന് പറയുമ്പോൾ ആ നിങ്ങൾക്ക് ഏത് രൂപമാണോ കിട്ടുന്നത് അത് നിങ്ങൾ ഉള്ളിൽ കാണുക. നിങ്ങൾക്ക് എവിടെയാണോ കാണുന്നത്, ചിലർക്ക് ഹൃദയഭാഗമായിരിക്കും, ചിലർക്ക് നെറുകയിലായിരിക്കും അല്ലെ, ചിലർക്ക് നെറ്റിയില്, നമ്മുടെ ഭ്രൂമധ്യത്തില്, പുരികങ്ങളുടെ ഇടയില് ഒക്കെ ആയിരിക്കും. നിങ്ങൾ അതിന് പ്രത്യേകം കണ്ടീഷൻ ഒന്നും വെക്കണ്ട. ഇതൊരു മെഡിറ്റേഷനാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ ദേവതാ സങ്കല്പങ്ങളുണ്ട്, പക്ഷെ ഇതൊന്നും നമ്മൾ ഉള്ളിൽ കാണാറില്ല. അപ്പൊ ഞങ്ങളുടെ ഒരു രീതി എല്ലാം നമ്മുടെ ഉള്ളിൽ കാണുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് കിട്ടും ഈ 108 നാമം പറയുമ്പോഴും. ഇപ്പൊ ഉദാഹരണം ഗംഗാധരായ നമ നമ്മൾ പറയുമ്പോ എന്താണ്, ഭഗവാന്റെ തലയില് എന്തിരിക്കുന്നുണ്ട്? ഗംഗ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ഗംഗയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകണം. ഓക്കെ. ഇനി വേറൊരു നാമം പറയുമ്പോൾ നിങ്ങൾക്ക് ശിവവിഷ്ടായ നമ, നമുക്ക് അർത്ഥം അറിയില്ല എന്ന് ഓർത്തോ. അപ്പൊ നിങ്ങൾ വെറുതെ ഭഗവാനെ ധ്യാനിച്ചിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് തെളിഞ്ഞു വരും അതെന്താണ് ആ നാമം. ഇപ്പൊ ഖട്വാങ്കിനേ നമ എന്ന് പറയുമ്പോ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ഒരു ഖട്വാങ്കം എന്ന് പറഞ്ഞൊരു ആയുധമുണ്ട്. മനുഷ്യന്റെ നട്ടില് തലയോട്ടി കൂടി ഇരിക്കുന്ന പോലെയാണ്. അപ്പോ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ധ്യാനനിമഗ്നരായി വളരെ റിലാക്സ്ഡ് ആയിട്ട് ശ്വാസം ദീർഘമായി ഇട്ടിരിക്കും. ചെയ്യാം നമുക്ക്. ഓം മഹേശ്വരായ നമഃ. ഓം ശംഭവേ നമഃ. ഓം പിനാകിനേ നമഃ. ഓം ശശിശേഖരായ നമഃ. ഓം വാമദേവായ നമഃ. ഓം വിരൂപാക്ഷായ നമഃ. ഓം കബർദിനേ നമഃ. ഓം നീലലോഹിതായ നമഃ. ഓം ശങ്കരായ നമഃ. ഓം ശൂലപാണയേ നമഃ. ഓം ഖട്വാങ്കിനേ നമഃ. ഓം വിഷ്ണുവല്ലഭായ നമഃ. ഓം ശിവിവിഷ്ടായ നമഃ. ഓം അംബികാനാഥായ നമഃ. ഓം ശ്രീകണ്ഠായ നമഃ. ഓം ഭക്തവത്സലായ നമഃ. ഓം ഭവായ നമഃ. ഓം
ശർവായ നമഃ. ഓം ത്രിലോകീശായ നമഃ. ഓം ശിതികണ്ഠായ നമഃ. ഓം ശിവപ്രിയായ നമഃ. ഓം ഉഗ്രായ നമഃ. ഓം കപാലിനേ നമഃ. ഓം കാമാരേ നമഃ. ഓം അന്ധകാസുരസൂദനായ നമഃ. ഓം ഗംഗാധരായ നമഃ. ഓം ലലാടാക്ഷായ നമഃ. ഓം കാലകാലായ നമഃ. ഓം കൃപാനിധയേ നമഃ. ഓം ഭീമായ നമഃ. ഓം പരശുഹസ്തായ നമഃ. ഓം മൃഗപാണയേ നമഃ. ഓം ജടാധരായ നമഃ. ഓം കൈലാസവാസിനേ നമഃ. ഓം കവചിനേ നമഃ. ഓം കഠോരായ നമഃ. ഓം ത്രിപുരാന്തകായ നമഃ. ഓം വൃഷാംഗായ നമഃ. ഓം വൃഷഭാരൂഢായ നമഃ. ഓം ഭസ്മോദ്ധൂളിതവിഗ്രഹായ നമഃ. ഓം സാമപ്രിയായ നമഃ. ഓം സ്വരമയായ നമഃ. ഓം ത്രൈമൂർത്തയേ നമഃ. ഓം അനീശ്വരായ നമഃ. ഓം സർവജ്ഞായ നമഃ. ഓം പരമാത്മനേ നമഃ. ഓം സോമസൂര്യാഗ്നിലോചനായ നമഃ. ഓം ഹവിഷേ നമഃ. ഓം യജ്ഞമയായ നമഃ. ഓം സോമായ നമഃ. ഓം പഞ്ചവക്ത്രായ നമഃ. ഓം സദാശിവായ നമഃ. ഓം വിശ്വേശ്വരായ നമഃ. ഓം വീരഭദ്രായ നമഃ. ഓം ഗണനാഥായ നമഃ. ഓം പ്രജാപതയേ നമഃ. ഓം ഹിരണ്യരേതസേ
നമഃ. ഓം ദുർദർശായ നമഃ. ഓം ഗിരീശായ നമഃ. ഓം ഗിരിശായ നമഃ. ഓം അനഘായ നമഃ. ഓം ഭുജംഗഭൂഷണായ നമഃ. ഓം ഭർഗായ നമഃ. ഓം ഗിരിധന്വിനേ നമഃ. ഓം ഗിരിപ്രിയായ നമഃ. ഓം കൃതിവാസസേ നമഃ. ഓം പുരാരാതയേ നമഃ. ഓം ഭഗവതേ നമഃ. ഓം പ്രമദാധിപായ നമഃ. ഓം മൃത്യുഞ്ജയായ നമഃ. ഓം സൂക്ഷ്മതലവേ നമഃ. ഓം ജഗദ്വ്യാപിനേ നമഃ. ഓം ജഗദ്ഗുരവേ നമഃ. ഓം വ്യോമകേശായ നമഃ. ഓം മഹാസേനജനകായ നമഃ. ഓം ചാരുവിക്രമായ നമഃ. ഓം രുദ്രായ നമഃ. ഓം ബുധപതയേ നമഃ. ഓം സ്ഥാണവേ നമഃ. ഓം അഹിർബുദ്ധ്യായ നമഃ. ഓം ദിഗംബരായ നമഃ. ഓം അഷ്ടമൂർത്തയേ നമഃ. ഓം അനേകാത്മനേ നമഃ. ഓം സാത്വികായ നമഃ. ഓം ശുദ്ധവിഗ്രഹായ നമഃ. ഓം ശാശ്വതായ നമഃ. ഓം ഖണ്ഡപരശവേ നമഃ. ഓം അജായ നമഃ. ഓം പാശവിമോചകായ നമഃ. ഓം മൃഢായ നമഃ. ഓം പശുപതയേ നമഃ. ഓം ദേവായ നമഃ. ഓം മഹാദേവായ നമഃ. ഓം അവ്യയായ നമഃ. ഓം ഹരേ നമഃ. ഓം പൂഷദന്തവിദേ നമഃ. ഓം അവ്യഗ്രായ നമഃ. ഓം ദക്ഷാധ്വരധരായ നമഃ. ഓം ഹരായ നമഃ. ഓം ഭഗനേത്രഭിദേ നമഃ. ഓം അവ്യക്തായ നമഃ. ഓം സഹസ്രാക്ഷായ നമഃ. ഓം
सहस्रपदे नमः। ॐ अभवर्गप्रदाय नमः। ॐ अनन्ताय नमः। ॐ तारकाय नमः। ॐ परमेश्वराय नमः। എല്ലാവരും ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം വിടുമ്പോ ഒരുപാട് ശബ്ദത്തിൽ ഉറക്കെ ഓം നമ ശിവായ എന്ന് പറയും. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം വിടുമ്പോ ഓം നമ ശിവായ. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഓം നമ ശിവായ. ഓം നമ ശിവായ.